ബീഹാറിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. NDA സർക്കാർ രൂപീകരിക്കുന്നത് സംബന്ധിച്ച് നിർണായക തീരുമാനമെടുക്കാൻ JDU നിയമസഭാ കക്ഷിയോഗം പട്നയിൽ തുടരുന്നു. മഹാസഖ്യം പിരിച്ചുവിട്ട് നിതീഷ് കുമാർ ഇന്ന് തന്നെ രാജിവെച്ചേക്കും എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. BJP സംസ്ഥാന നിർവാഹക സമിതി നിയമസഭാ കക്ഷിയോഗങ്ങൾ ഇന്ന് ചേരും. സഖ്യ സർക്കാർ നിലനിർത്താൻ RJDയും നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDAയിലേക്ക് എന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെ പട്നയിൽ JDU നിയമസഭാ കക്ഷിയോഗം പുരോഗമിക്കുകയാണ്. NDAയിലേക്ക് മടങ്ങുന്നത് സംബന്ധിച്ച നിർണായക തീരുമാനം യോഗത്തിലുണ്ടാകും. സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ നിതീഷ് ഇന്ന് രാത്രി തന്നെ രാജി സമർപ്പിക്കും. ഭൂരിഭാഗം MLA-മാരും നിതീഷിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോഴും JDUവിലെ ഒരു വിഭാഗത്തിന് BJPക്കൊപ്പം ചേരുന്നതിൽ എതിർപ്പുണ്ട്. BJP സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് വൈകിട്ട് 4-ന് പട്നയിൽ ചേരും. ബീഹാറിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ യോഗത്തിൽ പങ്കെടുക്കും. ബീഹാർ BJPയിലെ ഒരു വിഭാഗത്തിന് നിതീഷ് കുമാറിനോട് താല്പര്യമില്ലെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് വിനോദ് താവ്ഡെ യോഗത്തെ അറിയിക്കും. BJPയുടെ പിന്തുണക്കത്ത് ഇന്ന് വൈകിട്ട് തന്നെ നിതീഷ് കുമാറിന് നൽകാനാണ് ആലോചന. അതേസമയം 13 JDU MLA-മാരുമായി സമ്പർക്കത്തിലുണ്ടെന്ന് RJD കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടു. JDU, BJP എന്നീ പാർട്ടികളിലെ യാദവ മുസ്ലിം MLA-മാരുമായി RJD നേതൃത്വം ആശയവിനിമയം നടത്തിയതായാണ് വിവരം. 24 ഡൽഹി.